പക്ഷേ ഓറഞ്ചിന് പ്രിന്റിങ്ങിൽ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, എന്താണ്? തീർച്ചയായിട്ടും സാർ, ഓറഞ്ച് വളരെ ഡിഫിക്കൽട്ടാണ് അത് ആ കളർ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതും ആക്ച്വലി ഞങ്ങൾ ഈ പേര് ചൂസ് ചെയ്യാനായിട്ട് ഒരു കാരണമാണ്. നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ പേപ്പർ മൂലം നമ്മൾ മരം വെട്ടുകയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. ഇതിലെന്ത് സത്യമാണ്? സാർ, ഇത് 100% തെറ്റായിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാണ്. ഈ പേപ്പർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളത് ഒരു കൃഷിയാണ്, അഗ്രികൾച്ചറാണ്. അതിനുവേണ്ടി മരങ്ങൾ പ്ലാന്റ് ചെയ്ത് ആ മരം വളർച്ചയെത്തുമ്പോൾ മുറിച്ച് അതാണ് പേപ്പറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മോഹം വിചാരിക്കുന്ന പോലെ വെറുതെ കാട്ടിക്കയറി കുറേ മരം വെട്ടി ആ മരം കൊണ്ടൊന്നും പേപ്പർ ഉണ്ടാവില്ല. ഒരിക്കലും ഇല്ല സാറേ, മരം വെട്ടാൻ പറ്റത്തില്ലല്ലോ സാറേ. ലോകത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളുണ്ട്. പേപ്പറിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സാർ, അത് 8 പ്രാവശ്യം റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ലോകത്തിൽ വേറെ ഒരു പ്രോഡക്റ്റും അങ്ങനെയില്ല. പ്ലീസ് പ്രിന്റ് ഇഫ് യു ലവ് ദിസ് പ്ലാനറ്റ്. പേപ്പർ ഈസ് ബയോഡീഗ്രേഡബിൾ, റീസൈക്കിളബിൾ ആൻഡ് സസ്റ്റൈനബിൾ. തിങ്ക് പ്ലാനറ്റ്, തിങ്ക് പ്രിന്റ്. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പയിൻ. കേരള സഭയുടെ ഒരു പ്രിന്റിങ് ചെയ്ത് കൊടുത്തൊരു ചരിത്രം. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് പ്രിന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമുക്കുള്ളത്. നമ്മുടെ CM ആണ് ഒരു ബുക്ക് അവിടെ റിലീസ് ചെയ്തത്. അപ്പോൾ അത് വർക്ക് ഓർഡർ കിട്ടി 2 ദിവസം കൊണ്ട് പ്രിന്റ് ചെയ്ത് നമ്മൾ 3 ഡേയ്സിൽ US എത്തിച്ചു കൊടുത്തു. ഫാസ്റ്റായി ടെക്നോളജി അത്രയും ഫാസ്റ്റാണ്. അതെ അതെ. അന്നത്തെ കിട്ടാവുന്നതിൽ മികച്ച ഒരു മെഷീനുമായിട്ടാണ് തുടങ്ങിയത്. നല്ല ഓർഡേഴ്സും കിട്ടി തുടങ്ങി. ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഓറഞ്ച്? ഇത് നമുക്കൊരു 200ഓളം എംപ്ലോയീസ് ഉണ്ട്. എക്സലന്റ്. ഒരു 1 lakh സ്ക്വയർ ഫീറ്റ് ഫാക്ടറി ഉണ്ട്. എത്ര കസ്റ്റമേഴ്സിലേക്ക് നമ്മളിത് എത്തിച്ചിട്ടുണ്ടാവും? 2000-ൽ അധികം കസ്റ്റമർ നമുക്കുണ്ടെന്നാണ്. 2000-ലധികം കസ്റ്റമേഴ്സ്. ഒരു ഫ്യൂച്ചറിൽ ഈ ഒരു ഇൻഡസ്ട്രിക്ക് പ്രസക്തി ഉണ്ടോ? ഈ ലേബൽസും പ്രിന്റിങ്ങും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ട് സാറേ. മനുഷ്യനുള്ള കാലത്തോളം പ്രിന്റിങ് ഉണ്ടാവും. സുഹൃത്തുക്കൾ ചേർന്ന് ഒരു സംരംഭം തുടങ്ങുക, അത് വലുതാക്കുക, അതിനോടൊപ്പം തന്നെ പുതിയ ടെക്നോളജിയിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുക, ഏറ്റവും ഹൈലി കോമ്പറ്റീറ്റീവായ ഒരു ഇൻഡസ്ട്രി തന്നെ തിരഞ്ഞെടുക്കുക, വളരെ അപൂർവമായ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഇത്. ഹായ്, ഞാൻ ഷമീം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. സംരംഭം തുടങ്ങുക എന്നുള്ളത് ചിലരുടെയെങ്കിലും മോഹമാണ്. പക്ഷെ അതിലേക്ക് ഇറങ്ങിയാൽ ചാലഞ്ചസ് ഉണ്ടാവും. 2 പേർ ചേർന്ന് അനന്തപുരിയിൽ, തിരുവനന്തപുരത്ത് തുടങ്ങിയ ഒരു സംരംഭം നിരവധി പേർക്ക് സഹായം നൽകുന്ന ഒരു സംരംഭമായി വളർന്നു കഴിഞ്ഞു. എൻ്റെ അടുത്ത സുഹൃത്തുക്കളും സഹോദരങ്ങളും കൂടിയായ റോയും സജിത്തും ഇന്ന് ഹോട്ട് സീറ്റിലുണ്ട്. റോയ്, സജിത്ത്, 2 പേർക്ക് സ്വാഗതം സ്പാർക്കിലേക്ക്. നമ്മളുള്ള ബന്ധം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. 2 പേരും എൻ്റെ ഏറ്റവും പവർഫുൾ ഈഗിൾസ് ആണ്. ഈഗിൾ കോച്ചിങ്ങിലൂടെ പരിചയപ്പെട്ട് റോയ് നമ്മൾ യൂറോപ്പൊക്കെ സഞ്ചരിച്ചു, യാത്രകൾ ചെയ്തിട്ടുണ്ട്. സജിത്ത് നമ്മളിപ്പോൾ ഈ അടുത്താണ് ദുബായ് വാക്കുമൊക്കെ പോയിട്ട് വന്നിട്ടുള്ളത്. അടുത്തറിയാവുന്നതാണ് നിങ്ങളുടെ സ്ഥാപനത്തെ. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് വളരെ സന്തോഷമുണ്ട്. റോയുടെ നാട് എവിടെയാണ്? അതിൻ്റെ കൊല്ലം ജില്ലയിൽ അഞ്ചലിനടുത്ത് ആനക്കുളം എന്ന് പറഞ്ഞൊരു മലയോര ഗ്രാമപ്രദേശമാണ്. റോയ് പഠിച്ചതൊക്കെ എവിടെയാണ്? ആനക്കുളം ചന്നപ്പേട്ട ഹൈസ്കൂള്, പിന്നെ അഞ്ചലാണ് കോളേജ്. എന്തായിരുന്നു പഠിച്ചത്? ഞാൻ ഡിഗ്രി BCom ആണ് പഠിച്ചത്. BCom ആയിരുന്നു അല്ലേ? സജിത്തിൻ്റെ നാട്? എൻ്റെ നാട് കൊല്ലത്താണ്. കൊല്ലം കടക്കൽ എന്ന സ്ഥലത്താണ്. പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചതും സ്കൂള് കടക്കലായിരുന്നു. കോളേജിൽ പഠിച്ചത് നിലമേൽ ആണ്. അതിനുശേഷം പ്രിന്റിംഗ് ടെക്നോളജി പഠിക്കാനായിട്ട് പോയത് ഷൊർണൂറാണ്. ഷൊർണൂർ പ്രിന്റിംഗ് ടെക്നോളജിയാണ് സജിത്ത് പഠിച്ചത്. അതെ. ഞാൻ റോയിലേക്ക് വരാം. പഠനം കഴിഞ്ഞ് എന്താണ് ചെയ്തത്? ഞാൻ ഡിഗ്രി കഴിയുന്ന സമയത്ത് തന്നെ എനിക്ക് മാതൃഭൂമിയിൽ ട്രെയിനിയായിട്ട്, അപ്രന്റീസ് ട്രെയിനിയായിട്ട് ജോലി കിട്ടുവാണ്. അതിന് കാരണം ഞാൻ ഈ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു മെക്കാനിക്കൽ കോഴ്സ് കഴിഞ്ഞിട്ടാണ് BComന് പോയത്. അതിൻ്റെ ബേസിലാണ് എനിക്ക് അവിടെ കിട്ടുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ യാദൃച്ഛികമായിട്ടാണ് ഈ പ്രിൻറ്റിങ് മേഖലയിലോട്ട് എത്തുന്നത്. അപ്പോൾ മാതൃഭൂമിയിൽ ചെന്ന സമയത്ത് ഫസ്റ്റ് ഇൻഡക്ഷൻ ട്രെയിനിങ് സമയത്ത് ഇവർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചു. അപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, എന്നെ എന്തിനാണ് ഇവരിവിടെ എടുത്തത്? പഠിച്ചതും ഒരു ബന്ധവുമില്ല. ആക്ച്വലി മെക്കാനിക്കൽ പഠിച്ചതിൻ്റെ ബേസിലാണ് അവർ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എടുത്തത്. അന്ന് 980 rupees ആയിരുന്നു നമ്മുടെ സ്റ്റൈഫൻഡ്. 980 രൂപ. അത് കഴിഞ്ഞിട്ട് എത്ര നാളുണ്ടായിരുന്നു അവിടെ? ഒരു 1 year ആണ് എൻ്റെ പീരീഡ്. അപ്പോൾ അതവിടെ വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു. അപ്പോൾ അതിനുശേഷം എനിക്ക് തിരുവനന്തപുരത്ത് വേറൊരു പത്രത്തിലേക്ക് ഒരു ജോലി കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെയാണ് പിന്നീട് തിരുവനന്തപുരത്ത് എത്തിപ്പെട്ടോ? അങ്ങനെ തിരുവനന്തപുരത്ത് എത്തുവാണ്. ഞാൻ സജിനോട് ചോദിക്കട്ടെ, താങ്കൾ പഠിച്ച പ്രിന്റിംഗ് ടെക്നോളജിയാണ്. അതെ. ആദ്യ ജോലി എവിടെയായിരുന്നു? ആദ്യ ജോലിയും തിരുവനന്തപുരത്തായിരുന്നു എനിക്ക് കിട്ടിയത്. പഠിച്ചിറങ്ങിയതിന് ശേഷം ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് വരികയും അവിടെ ഒരു ചെറിയ സ്ഥാപനത്തിൽ പ്രിൻറ്റിങ് പഠിക്കാനും ജോലി ചെയ്യാനുള്ള അവസരം കിട്ടുമായിരുന്നു. അതിനുശേഷം ആ സ്ഥാപനത്തിന് ട്രിവാൻഡ്രത്ത് തന്നെ ആ സ്ഥാപനത്തിൽ നിന്ന് വേറൊരു സ്ഥാപനത്തിലേക്കൊരു പ്രിൻറ്റിങ് ചെയ്യുന്ന സ്ഥാപനം തന്നെയാണ്. അത് മാർക്കറ്റിംഗ് മാനേജറായിട്ട് ജോലി കിട്ടി.
അവിടെ ഒരു 1.5 വർഷത്തോളം താങ്കൾ ഉണ്ടായിരുന്നു. ഈ പ്രിന്റിംഗ് മേഖല തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? വളരെ അപൂർവമായിട്ടാണ് ആൾക്കാർ ആ മേഖലയിലോട്ട് പോവുക. പ്രിന്റിംഗ് മേഖല തിരഞ്ഞെടുക്കാൻ കാരണം ആക്ച്വലി പെട്ടെന്ന് ജോലി കിട്ടണമെന്നുള്ളൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഗവൺമെൻറ് ജോലി കിട്ടാൻ എളുപ്പത്തിൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കോഴ്സ് എന്ന നിലയിലാണ് പ്രിന്റിംഗ് ടെക്നോളജി അവസാനം പഠിച്ചത്. ഗവൺമെന്റ് ജോലി കിട്ടിയോ? തീർച്ചയായിട്ടും ഗവൺമെൻറ് ജോലി കിട്ടി. ഗവൺമെൻറ് അത് പ്രസ്സിലായിരുന്നു ശരി. എനിക്ക് ജോലി കിട്ടിയത്. അപ്പൊ ഈ ആ ജോലി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഗവൺമെന്റ് പ്രസ്സിലാണ് ജോലി കിട്ടിയത്. അതെ, ഗവൺമെൻറ് പ്രസ്. അതിന് മുന്നേ VHSCയിൽ ഒരു അധ്യാപകനായിട്ട് ജോലി കിട്ടി. അധ്യാപകനുമായിരുന്നു ആ, അദ്ദേഹത്തെ. അത് കുറച്ച് ശരി. നാൾ അതിനുശേഷം ഗവൺമെന്റ് പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള നമ്മുടെ തിരുവനന്തപുരത്ത്. നിയമസഭയുടെ അടുത്തുള്ള അതെ, മണ്ണന്തലയാണ്. മണ്ണന്തലയിൽ. മണ്ണന്തലയിലായിരുന്നു എനിക്ക് ജോലി അവിടെയാണ് കിട്ടിയത്. അങ്ങനെ. അപ്പൊ ഫൈനലി താങ്കൾ ആഗ്രഹിച്ച പോലെ അവിടെ എത്തിപ്പെട്ടു. അവിടെ എത്തിപ്പെട്ടു. ഞാൻ റോയിലേക്ക് വരാം. റോയ് അവിടെ ഒരു പ്രസ്സിലെത്തി എന്ന് പറഞ്ഞു. എന്തായിരുന്നു അവിടുത്തെ സാഹചര്യം? അത് ഞാൻ മാതൃഭൂമിയിൽ അവിടെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ചോദിച്ചിരുന്നു, പിന്നെ നിങ്ങൾ മാതൃഭൂമി പോലൊരു ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഇവിടുത്തെ ഒരു ചെറിയ പ്രസ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ വന്ന ദിവസം ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പത്രമൊക്കെ 2-3 ഈവനിങ് ഡെയിലീസാണ് അന്ന് അവിടെ ചെയ്യുന്നത്. സായാഹ്ന പത്രം അന്ന് ഭയങ്കര ട്രെൻഡാണ്. അപ്പം ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ വരും, 2-3 മണിയാകുമ്പോഴേക്കും ഇതെല്ലാം പ്രിൻറ്റ് ചെയ്ത് കഴിയും. അപ്പോൾ ചെയ്തു. അടുത്ത ദിവസം വന്നപ്പോൾ കാണാൻ ഈ ചേട്ടനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേനും 1 മണിയായപ്പോഴത്തേനും ഈ 2-3 പത്രങ്ങൾ പ്രിൻറ്റ് ചെയ്യാനുള്ള മാറ്റർ വന്നു. അപ്പോൾ നമ്മൾ മാതൃഭൂമിയിലാണെങ്കിൽ നമുക്ക് ഓരോ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. പ്രീ പ്രസ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, പ്ലേറ്റ് മേക്കിംഗ് CTP ഒരു വേറെ ഡിപ്പാർട്ട്മെൻറ്റ്, പ്രിൻറ്റിങ് വേറെയാണ്. ഇവിടെ ഇവർ കൊണ്ടുവന്നത് ഒരു ബട്ടർ പേപ്പറിൽ ഈ മാറ്റർ പ്രിൻ്റ് ചെയ്യുന്ന മാറ്ററുമായിട്ടാണ് വന്നത്. അപ്പം നമ്മുടെ മാതൃഭൂമിയിലാണെങ്കിൽ CTP എന്ന് പറയുന്ന ടെക്നോളജി വന്നു, കമ്പ്യൂട്ടർ ടു പ്ലേറ്റ്. അത് നമുക്ക് പ്രിൻറ്റിങ്ങിലേക്ക് കിട്ടുവാണ്. വേറെ ആൾക്കാരാണ് ചെയ്യുന്നത്. ഞാനിത് ഇന്നലെ അദ്ദേഹം ചെയ്യുന്ന മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഇതിനെ ഇവർ എക്സ്പോസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുമില്ല. പക്ഷേ അപ്പോഴത്തെ ഒരു വലിയ സിറ്റുവേഷൻ വന്നു, ഇത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല, പത്രം ഇറങ്ങണമല്ലോ. അപ്പം ഞാനത് വളരെ ധൈര്യപൂർവ്വം അത് ചെയ്തു. അന്ന് 4 പത്രം ഉണ്ടായിരുന്നു, 4 പ്രിൻ്റ് ചെയ്യാൻ സാധിച്ചു. ഒരു ദൈവാനുഗ്രഹമാണത്. അത് എത്ര നാൾ അങ്ങനെ ആ ജോലി പോയി? കുറച്ച് നാൾ, ഒരു 2 വർഷത്തോളം ഉണ്ടായിരുന്നു. വളരെ സന്തോഷമുള്ള ടൈമായിരുന്നു. ഈ 1 മണി മുതൽ 4 മണി വരെ ജോലിയുള്ളൂ. ബാക്കി ഒരുപാട് സമയം ഫ്രീ ഉണ്ട്. ബാക്കി സമയം ഫ്രീ ആണ്. ഫ്രീ ആണ്. അവരുടെ ഈ പത്രം പ്രിൻ്റ് ചെയ്യാമെന്നോ മാത്രമേ ഉള്ളൂ എൻ്റെ റെസ്പോൺസിബിലിറ്റി. പ്രായമാണ്. ചെറിയ പ്രായമാണ്. അപ്പോൾ ഒത്തിരി ഫ്രണ്ട്സും ഉണ്ട് നമുക്ക് ട്രിവാൻഡ്രത്ത്. അപ്പോൾ എന്ത് ചെയ്തു പിന്നെ? അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫോട്ടോ പതിപ്പിച്ച വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അതിന് മുമ്പ് അനലോഗാണ്, ഫോട്ടോ ഇല്ലാത്ത വോട്ടർ പട്ടികയാണ്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കുകയും അങ്ങനെ അറിഞ്ഞപ്പോൾ ഇത് കെൽട്രോൺ ആണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ധൈര്യത്തിന്, ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ എനിക്കെപ്പോഴും ഒരു പേടി തോന്നും. ഞാൻ എൻ്റെ ധൈര്യത്തിന് അവിടെ കെൽട്രോണിൻ്റെ GM പോയി കണ്ടു. സാർ ഇങ്ങനെ പ്രിൻറ്റിംഗ് ആണ്, ഇത് ചെയ്യാൻ പറ്റും. അപ്പം അദ്ദേഹം ചോദിച്ചു, ആദ്യമൊന്നും എന്നെ അടുപ്പിക്കത്തില്ലായിരുന്നു അദ്ദേഹം. ഞാൻ പിന്നെ അടുത്ത ആഴ്ചയും പോകും. എന്നിപ്പം ചോദിച്ചു, പിന്നെ നിങ്ങളുടെ മെഷീൻ എന്ത് ടെക്നോളജിയാണുള്ളത്? നിങ്ങളുടെ മെഷീൻ ഈ വലിയൊരു മേശയുണ്ട്, അത്രയും വലിയ മെഷീനാണോ നിങ്ങളുടേത്? അപ്പോൾ ഡിജിറ്റൽ പ്രിൻറ്റിംഗ് മെഷീനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആണ് സാർ. അപ്പം അന്ന് ഈ വർക്ക് കോൺട്രാക്ട് എടുത്തേക്കുന്നത് വിപ്രോ എന്ന് പറഞ്ഞ കമ്പനിയാണ്, ബാംഗ്ലൂരിൽ നിന്ന്. വലിയ കമ്പനിയാണ്. അപ്പം അവർക്കപ്പോൾ ഇവരവിടെ ഇൻസ്പെക്ഷൻ ഒരുപാട് മെഷീൻസ് കണ്ട് അവരുമായിട്ടാണ് എഗ്രിമെൻ്റ് ഒക്കെ അയക്കുന്നത്. അപ്പോഴാണ് നമ്മളിത് അറിഞ്ഞ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് ചെന്ന് അദ്ദേഹം എനിക്ക് ഒരു തിരുവനന്തപുരം താലൂക്കിൽ, നെയ്യാറ്റിൻകര താലൂക്കിൽ ഒരു LAC പ്രിൻ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം തന്നു. അപ്പം നമ്മുടെ പേര് അതിനകത്ത് വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ IBMൻ്റെ ഒരു പ്രിൻ്റർ, അപ്പം അതിനുവേണ്ടി പൈസ വേണം. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ പൈസയൊക്കെ തന്നു. ഒരു പ്രിൻ്റർ മേടിക്കുകയും നെയ്യാറ്റിൻകര താലൂക്കിൽ കൊണ്ട് സ്ഥാപിച്ച്, അപ്പോൾ അവിടെ അന്നത്തെ ഒരു റൂള്, ഈ താലൂക്ക് ഓഫീസിൽ മെഷീൻ വെച്ചിട്ട് അത് പ്രിൻ്റ് ചെയ്യണം. അപ്പോഴത്തേനും ഈ വിപ്രോയ്ക്ക് എല്ലാ താലൂക്കിലേക്കും മെഷീൻ അയച്ച സമയത്ത് പലയിടത്തും ഈ ട്രാൻസ്പോർട്ടിങ്ങിൽ ഡാമേജൊക്കെ വന്നവർക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ഒരെണ്ണം പറഞ്ഞ് നമ്മൾ അടുത്ത 2ആയി 3ആയി 4 എണ്ണവും ചെയ്തു. അപ്പം നമുക്കൊരു പേരൊക്കെ വന്നു, അവിടെ എല്ലാം നന്നായിട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ടണ്ടൻ സാറാണ്, അദ്ദേഹം ആറ്റിങ്ങൽ ഇൻസ്പെക്ഷന് വരുവാണ്. അപ്പോൾ ഇവർക്ക് ടെൻഷനായി, അവിടെ മെഷീൻ വന്നിട്ടില്ല വിപ്രോയുടെ. അപ്പോൾ ഇവരെന്നെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടെ ഒരു കാറൊക്കെ വിളിച്ച് മെഷീൻ അവിടെ കൊണ്ടുപോയി അവിടെ വെച്ച് അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ്, അവർക്ക് നമ്മുടെ മേളിൽ വിശ്വാസമായി. അങ്ങനെ ഞാനത് മുമ്പോട്ട്. അതൊരു പണം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് ആയിരുന്നോ സാർ? അതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച്, ആ കെൽട്രോണിലെ GM എൻ്റെ അടുത്ത് ചോദിച്ചത്, അന്ന് ഇത് പ്രിൻറ്റ് ചെയ്യാനായിട്ട് 50 പൈസയാണ്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. 50 പൈസ തരുള്ളൂ? 50 പൈസ ഒരു A4 പ്രിൻ്റ് എടുക്കുന്നതിന് നമുക്ക് തരത്തുള്ളൂ. ഇത് പുറത്തൊക്കെ പ്രിൻ്റ് ചെയ്യാൻ എത്ര രൂപ? അന്ന് മിനിമം ഒരു A4 പ്രിൻ്റ് എടുക്കുന്നതിന് 10 രൂപയാണ് ചാർജ്. ബൾക്ക് എടുത്ത് 5 രൂപ. ഇനി അതിലും വലിയ വോളിയം എടുത്ത് 2 രൂപയെ കുറഞ്ഞ് ആർക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അപ്പോൾ എന്ത് ധൈര്യത്തിലെടുത്ത്? സാർ അതൊരു വലിയ ധൈര്യമായിരുന്നു. അത് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ഒരു കാൽക്കുലേഷനും. അങ്ങനെയാണ് ഈ IBMൻ്റെ പ്രിൻ്റർ 50 പൈസ കൊടുത്തിട്ടും താങ്കൾ ലാഭം ഉണ്ടാക്കി? ലാഭമായിരുന്നു സാർ അന്നത്. അതാണ് ആദ്യത്തെ ഒരു സംരംഭം എന്ന് പറയാനോ? അതെ. അമ്മ തന്ന പൈസ കൊണ്ട് തുടങ്ങിയ പ്രിൻ്ററുമാണ്. അതെ. വീട്ടിൽ നിന്നാണ് സപ്പോർട്ട് ചെയ്തത്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴേ വീട്ടിൽ വളരെ പോസിറ്റീവായിട്ടാണ് എപ്പോഴും സപ്പോർട്ടായിട്ട് ചെയ്യുന്നത്. മോനെ എങ്കിൽ നീ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ധൈര്യം തന്നു. ധൈര്യമായിട്ട് നമ്മളത് തുടങ്ങി.
പക്ഷെ അതിലും 50 പൈസയ്ക്ക് ചെയ്താലും പ്രോഫിറ്റ് ആയിരുന്നു സാർ. അത് നല്ല മാർജിൻ ഉള്ളതായിരുന്നു. പക്ഷെ ആ ടെക്നോളജി ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും. നോർമൽ ആളുകളൊന്നും ആ അപ്പൊ അന്ന് ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും പേരിട്ടോ? പേരിട്ട് സാർ. ഇമേജ് എന്ന് പറഞ്ഞൊരു ഫെയിം സ്റ്റാർട്ട് ഇമേജ്. ഇമേജ് ശരി. പ്രിന്റ് സൊല്യൂഷൻ എന്നാണ് അത് ശരി. അത് അന്ന് ആ ചെറുപ്രായത്തിൽ തുടങ്ങി. ആ തുടങ്ങിയത്. സ്ഥാപനം ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട് സാർ. ഇപ്പോൾ ലാസ്റ്റ് ഒരു 5 ഇയേഴ്സ് ബാക്ക് എൻ്റെ ഒരു കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന് ഞാനത് കൊടുത്തു. അത് ശരി. ഇപ്പോഴും ആ സ്ഥാപനം റൺ സ്ഥാപനമുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ വർക്ക് ഇന്നും സ്റ്റിൽ ആ സ്ഥാപനവും ചെയ്യുന്നുണ്ട്, ഞങ്ങളും ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് അടുത്ത പടി എന്തായിരുന്നു? അത് കഴിഞ്ഞിട്ട് ഈ ഇമേജ് കഴിഞ്ഞിട്ട് ഒരു സംരംഭം തുടങ്ങാനായിട്ടുള്ളത് അത് സാർ ഇമേജ് ജോലിയായിരുന്നു. ചെയ്ത് കഴിഞ്ഞു. അത് അപ്പോഴും നമുക്ക് പ്രസ് തുടങ്ങുന്ന ചിന്തകളൊന്നുമില്ല. അപ്പോൾ പക്ഷേ പ്രിന്റിങ്ങിൻ്റെ കുറേ വർക്കുകൾ നമ്മുടെ അടുത്ത് വരുമായിരുന്നു. ആ. അപ്പോൾ ഒരു മൾട്ടി കളർ വർക്ക് ഞാൻ കിട്ടിയത് ഒരു വേറെ പ്രസ്സിൽ കൊടുത്ത് ചെയ്തപ്പോഴത്തേനും അത് റിജക്റ്റ് ആയി. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി പ്രശ്നമായിട്ട് ഒരു ഇഷ്യൂ വന്നു. അപ്പോൾ വീണ്ടും അവരത് ചെയ്തു തരാമെന്ന്, പക്ഷേ ആ മെഷീനിൽ അവർക്കത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അങ്ങനെ ഒരു ചലഞ്ച് വന്നു. അപ്പോൾ സൈത്തുമായിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സജിത്ത്. അപ്പൊ സജിത്തിന് എങ്ങനെ പരിചയം? ഞാൻ സജിത്തിനോട് തന്നെ ചോദിക്കാം. ഈ റോഹിനെ എവിടെ നിന്ന് കണ്ടുപിട്ടി? ആക്ച്വലി സാർ ഞാൻ പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് മാനേജറായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു സമയത്ത് ഞാൻ പുറത്ത് ഇറങ്ങാൻ തീരുമാനിച്ചു. പുറത്തിറങ്ങാൻ തീരുമാനിച്ചതിന് ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ആക്ച്വലി എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണല്ലോ ഈ ഇതിനെല്ലാം പഠിച്ചത് തന്നെ. അപ്പോൾ മാർക്കറ്റിംഗ് മാനേജരായി പല സ്ഥാപനങ്ങളിലും പോയി. ട്രിവാൻഡ്രത്ത് തന്നെ ഒരു ഒത്തിരി പ്രസ് മേഖലയിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും പോയി അവിടെ ഓണർമാരെ കണ്ട് വർക്ക് ക്യാൻവാസ് ചെയ്യുക എന്നുള്ളതാണല്ലോ ജോലി, അവർക്ക് അവിടേക്കുള്ള വർക്കുകൾ. അപ്പം ഈ പല സ്ഥാപനങ്ങളിലും പോയി അവരൊക്കെ കാണുമ്പോൾ നമുക്ക് അവരുടെ രീതി, അവരുടെ എന്താണ് വർക്ക് ചെയ്യുന്ന രീതി, സ്ഥാപനം നടത്തുന്ന രീതി, ഇതൊക്കെ അത് കണ്ടപ്പോൾ നമുക്കൊരു മനസ്സിലൊരു ആഗ്രഹം, ഒരു എൻ്റർപ്രണർ ആവുന്നതിൻ്റെ സുഖം, അതിൻ്റെ ഒരു സന്തോഷം, അവിടെ ആൾക്കാരെ മാനേജ് ചെയ്യുന്നത് കാണുമ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം അന്നാണ് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുന്നത് തന്നെ, ഒരു എൻ്റർപ്രണർ ആവുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹം കൊണ്ട് ആ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി. അതിന് ഒന്ന് രണ്ട് ചെറിയ സംരംഭങ്ങൾ തുടങ്ങുകയും ചെയ്തു. അത് പരാജയപ്പെടുകയും ചെയ്തു. പൈസ പോയി. വലിയ റോയെ കണ്ടുപിടിച്ചത്. ഓക്കെ. ആ സമയത്താണ് നമ്മളൊരു രണ്ടുപേരുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ സ്ഥാപനം നിന്ന് ഇറങ്ങി എനിക്ക് നിൽക്കാൻ സ്ഥലമില്ല, ട്രിവാൻഡ്രത്ത് താമസിക്കാനുള്ള സ്ഥലമെല്ലാം പോയല്ലോ. അപ്പം നമ്മളൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹത്തിന് പറഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്തുണ്ട്, റോയി എന്നാണ് പേര്, ഇവിടെ ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് ഞാനും നമ്മളെ സുഹൃത്തും കൂടി റോയിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. റോയി അവിടെ ഒരു വാടകയ്ക്കൊരു സ്ഥലത്ത് താമസിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ റോയി രാവിലെ നമ്മൾ അവിടെ എത്തുന്നു. റോയി എന്നെ മറ്റേ സുഹൃത്ത് എന്നെ അവിടെ പരിചയപ്പെടുത്തി. ഞാൻ റോയി കണ്ടു. അപ്പോൾ റോയി പുറത്തേക്ക് പോയി ശരി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളവിടെ ചെന്നത് എന്തിനാണെന്ന് റോയിയോട് പറയുന്നില്ല. റോയി വൈകിട്ട് വരുമ്പോഴും നമ്മളവിടെ തന്നെ ഉണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. അന്ന് അവിടെ സ്റ്റേ ചെയ്യണം. അപ്പോഴും റോയി അറിയുന്നില്ല നമ്മൾ താമസിക്കാൻ ചെന്നതാണ്. അപ്പോൾ അവിടെ റോയിയുടെ കൂടെ കയറി പറ്റി അവിടെ അങ്ങ് നിൽക്കുവാണ്. താമസിക്കാൻ സ്ഥലം എന്ന രീതിയിൽ അവിടെ നിന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ വേറെ ജോലികൾ അന്വേഷിച്ചു. എനിക്ക് ജോലി കിട്ടി. അപ്പോൾ നമ്മൾ ഒന്നിച്ച് താമസിക്കാൻ തീരുമാനിച്ചു. നമ്മളങ്ങനെ ഒന്നിച്ചൊരു വീടെടുത്തു, വേറൊരു വീടെടുത്തു. അവിടെ ഒന്നൊന്നര വർഷത്തോളം നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തു ഉണ്ടായി. താങ്കൾക്ക് ആ സമയത്ത് ഗവൺമെൻറ് ജോലിയാണ്? ഇല്ല. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് VHSCയിൽ ജോലി കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 2005 എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടുന്നത്. ആ സമയത്താണ് താങ്കൾ ഈ ഐഡിയയുമായിട്ട് വരുന്നത്. അതെ, ഞങ്ങൾ ഇങ്ങനെ ഒരു ചലഞ്ച് വന്നു സാറേ. അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഡിഫിക്കൽട്ട് ആണല്ലോ, നമുക്ക് പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റത്തില്ല, പിന്നെ വർക്ക് റിജക്റ്റ്. അപ്പോൾ ഒരാളെ ഫേസ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. എൻ്റെ ഒരു ക്യാരക്ടർ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ കൃത്യമായിട്ട് പാലിക്കണമെന്നുള്ള ഒരു പോളിസിയാണ്, അതൊരു ഫാമിലിയിൽ നിന്ന് കിട്ടിയ ഒരു പോളിസിയാണ്. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരെണ്ണം ചെയ്യാമെന്നൊരു ചിന്ത വന്നു. അങ്ങനെ അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഉള്ള എല്ലാ പ്രസിൻ്റെ എന്താണ് കപ്പാസിറ്റി, ഫെസിലിറ്റികളൊക്കെ നമ്മൾ മനസ്സിലാക്കി, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പഠിച്ചു, ഒരു ബേസിക് ഒരു ധാരണ ഉണ്ടാക്കി. എന്നിട്ട് അന്ന് പിന്നെ കൂടുതലും ഈ പ്രിൻറ്റിങ്ങിന് ഒരു റെവല്യൂഷൻ വരുന്ന സമയമാണ്. അതിന് മുമ്പല്ലേ സിംഗിൾ കളർ പ്രിൻറ്റിങ്ങാണ് കൂടുതലുള്ളത്, മൾട്ടി കളർ പ്രിൻറ്റിങ്ങിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോഴത്തേന് അത് ചെയ്യുന്ന പ്രസ്സുകൾ വളരെ കുറവായിരുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ സിംഗിൾ കളർ മെഷീനിൽ തന്നെ 4 പ്രാവശ്യം ചെയ്തിട്ട് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ ഈ മെഷീനൊക്കെ കിട്ടുന്നത് ചെന്നൈയിലാണെന്ന് അറിഞ്ഞു. അങ്ങനെ ഇവിടുന്ന് ട്രെയിൻ കയറി ചെന്നൈ പോകും. മിക്കവാറും ഒരാഴ്ച കൂടുമ്പോൾ ചെന്നൈ പോകും. അപ്പോൾ അവിടെയൊക്കെ ഈ ബ്രോക്കേഴ്സാണ്, അവർ കൊണ്ടുപോയി നമ്മൾ ഗോഡൗണിലൊക്കെ കാണിക്കും. ചിലരാദ്യം ചോദിക്കും നിങ്ങളുടെ എത്ര ബഡ്ജറ്റ് ഉണ്ട്, അങ്ങനെ ആ മെഷീൻ പോയി കാണും. അങ്ങനെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് ഹൈഡൽബർഗിൻ്റെ ഒരു 2 കളർ മെഷീൻ തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ജർമ്മൻ കമ്പനിയാണ്. അപ്പോൾ അത് കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ ഒരു 1-2 പോളിസികളെന്ന് പറയുന്നത്, നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഈ ക്വാളിറ്റി മസ്റ്റായിട്ട് വേണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. പിന്നെ അന്നത്തെ കാലത്ത് ഈ പ്രസ്സുകളിലൊക്കെ കണ്ടുവരുന്നത്, ഈ പ്രസ് ഓണറിനാണ്, ഒരു കസ്റ്റമർ വർക്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം ഇപ്പോൾ വേണം നാളെ കൊടുക്കാം എന്ന് പറഞ്ഞ് വർക്ക് എടുക്കും. എന്നിട്ട് 5 ദിവസം ഇവൻ്റെ നടത്തിക്കും, വർക്ക് കൊടുക്കത്തില്ല. അവർക്കറിയാം ആക്ച്വലി ഇവർക്ക് തീരത്തില്ല, ഇത്ര സമയം കഴിഞ്ഞ് അത് പറയത്തില്ല.
അപ്പോൾ ഈ നമ്മൾ ആദ്യമേ തീരുമാനിച്ചൊരു കാര്യം എന്ന് പറയുന്നത് കൃത്യസമയം ബിഫോർ ദാറ്റ് നമുക്കത് കൊടുക്കണം എന്നാൽ മാത്രം വർക്ക് എടുക്കാവുള്ളൂ. ആദ്യം ഞാനും സൈത്തുമാണ് ഫ്രണ്ടിൽ ഇരുന്ന് കസ്റ്റമറിൽ നിന്ന് വർക്ക് എടുക്കുന്നത്. വളരെ ലിമിറ്റഡ് സ്റ്റാഫുകളായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അവിടെയാണ് ചോദ്യം. ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിന്റെ മൂലധനം വേണ്ട, ക്യാപിറ്റൽ വേണം സാറേ. എവിടെ നിന്നാണ് കിട്ടുക? ഞാനും സൈത്തും നമ്മൾ ഓൺ ഫണ്ട് കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ബാങ്ക് ലോൺ ഒന്നും ഇല്ലാതെ ചെയ്തത്. വീട്ടിൽ നിന്ന് ഉള്ള സപ്പോർട്ടും പിന്നെ എൻ്റെ അല്ലാതുള്ള ഇൻകം, കുറച്ച് ഇൻകം ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ഇമേജ് ചെയ്തിട്ടുള്ള ഇൻകം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റോയ് ആ സമയത്ത് മാരീഡ് ആണോ? മാരീഡ് അല്ല. അല്ല. പിന്നെ സജിത്ത് ഞാൻ മാരീഡാണ്. നിങ്ങൾ ആ സമയത്ത് മാരീഡ് ആണ്. അതെ, 2008 നമ്മൾ ഓറഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2007 എൻ്റെ മാരേജ് കഴിഞ്ഞത്. അപ്പോൾ വീട്ടിൽ ഒരു ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളില്ലേ? പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഞാൻ വിവാഹം കഴിച്ചത് ഒരു ടീച്ചറാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ദീപ്തി എന്നാണ്. വൈഫ് ടീച്ചറാണ്. അപ്പോൾ വൈഫിന് ഞാൻ കല്യാണം പ്രപ്പോസലായിട്ട് ചെല്ലുമ്പോൾ അവരുടെ ഒരു ഡിമാൻഡ് എന്ന് വെച്ചാൽ ഒരു അധ്യാപകന് മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കത്തുള്ളൂ എന്ന രീതിയിൽ എൻ്റെ പ്രപ്പോസൽ അവിടെ എടുത്തില്ല. 1 വർഷം അത് കഴിഞ്ഞു. ആ പ്രപ്പോസൽ ഞാൻ അവിടെ ചെന്നതിന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം നടന്നില്ല, ദീപ്തിയുടെയും കല്യാണം നടന്നില്ല. അപ്പോൾ അവർ പിന്നെ റീതിങ്ക് ചെയ്തു. ഇപ്പം അധ്യാപകനെ കിട്ടിയില്ല, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണല്ലോ ഞാൻ, അപ്പം ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ഒന്ന് പരിഗണിച്ചാലോ എന്ന് പറഞ്ഞ് രണ്ടാമത് റീഡയറക്റ്റ് ചെയ്യുന്ന വന്ന ആലോചനയാണ് നമ്മൾ മാരേജിലായിട്ട് എത്തിയത്. അതിനുശേഷമാണ് താങ്കൾ പോയി പറയാൻ പോകുന്നത് ബിസിനസ് തുടങ്ങാൻ അതെ പോകുന്നത്. അതെ അതെ. കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ 2008 ആയപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ ബിസിനസ് തുടങ്ങുമെന്ന് അത് പറയുമ്പോൾ രാജിവെക്കാൻ പോവാണ് ഗവൺമെന്റ് ജോലി. അതെ അതെ, അങ്ങനെ ചെയ്യേണ്ടി വരുമെന്നല്ലോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവിടെ ഒരു തീർച്ചയായിട്ടും അവരുടെ പ്രതീക്ഷകളല്ല. അവളുടെ അച്ഛൻ, വൈഫിൻ്റെ അച്ഛൻ ട്രഷറി ഓഫീസറാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. വൈഫിനെ ടീച്ചറാക്കി, മരുമകനും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്ന രീതിയിൽ നിൽക്കുമ്പോൾ അത് കളയുന്നതെന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പ്രശ്നം അവിടെ ഉണ്ടായി. പക്ഷേ വളരെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം ഇപ്പോൾ നമുക്ക് ബിസിനസ് തുടങ്ങാനും വൈഫിൻ്റെ കുറച്ച് ഗോൾഡൊക്കെ നമ്മൾ സപ്പോർട്ടീവ് ആയിരുന്നു. സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ കൺവിൻസ് ചെയ്ത് എടുക്കുകയാണ് ഉണ്ടായത്. എന്തായാലും എത്ര ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു അന്ന്? ഞങ്ങൾ സ്റ്റാർട്ടിങ് 20 ലക്ഷം രൂപയായിരുന്നു. അത് നിങ്ങൾ തന്നെ റേസ് ചെയ്തതാണ്? ഞങ്ങൾ തന്നെ രണ്ടുപേരും കൂടെ ചെയ്തു. അപ്പോൾ അന്ന് അയൽബഗിന്റെ ഒരു നല്ല മെഷീനാണ്. ഫ്രണ്ടിൽ നിങ്ങളാണ് ഇരിക്കുന്നത്, കസ്റ്റമറെ കാണാൻ. അന്ന് എത്ര എംപ്ലോയീസ് ഉണ്ട്? ഒരു 10 പേര് സാറേ. 10 പേരുണ്ട്. ഓർഡേഴ്സ് കിട്ടി തുടങ്ങിയോ? ഓർഡർ നമ്മൾ ഡേ 1 മുതലുണ്ട് സാറേ. അത് ശരി, അതെങ്ങനെ സംഭവിച്ചു? സാർ അങ്ങനെ ഒരു മെഷീൻ വന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളൊരു ആക്ച്വലി ഒരു ബോർഡ് വെച്ചിട്ടില്ല, ഒരു ഇനാഗുറേഷൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും പരിചയത്തിലും ഒക്കെ ആൾക്കാർ അങ്ങനെ തന്നെ വന്ന് തുടങ്ങി. സ്ഥാപനത്തിന് പേരിട്ടോ? പേരിട്ട് സാർ. എന്താ പേര്? അത് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഡിഫറൻ്റ് ആയിട്ട് ഒരു പേരിടണം. ഞങ്ങൾ തുടങ്ങുമ്പോഴൊരു പേരിടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ സൈത്തിൻ്റെ ഒരു ഫ്രണ്ടാണ് ഒരു പേര് സജഷൻ ചെയ്തത്. എൻ്റെ കൂടെ പഠിച്ച ദീപുലാൽ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്, പണ്ടിക്കൽ കോളേജിൽ പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ഈ പേരിന് വേണ്ടി പല സജഷൻസും നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്ത് എടുത്തപ്പോൾ അദ്ദേഹമാണ് നിർദ്ദേശിച്ചത് ഓറഞ്ച് എന്നുള്ള പേര്. അപ്പം അങ്ങനെ ഞങ്ങൾ ഓറഞ്ച് കേട്ടപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയും എല്ലാവർക്കും ഓർത്തിരിക്കാൻ ഓർത്തിരിക്കാൻ. പറ്റുന്ന പേരാണ്. ഓറഞ്ചിന് പ്രിന്റിംഗിൽ ഒരു പ്രത്യേകത ഉണ്ടോ? എന്താണ്? തീർച്ചയായിട്ടും സാർ, ഓറഞ്ച് വളരെ ഡിഫിക്കൽട്ടാണ് അത് ആ കളർ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതും ആക്ച്വലി ഞങ്ങൾ ഈ പേര് ചൂസ് ചെയ്യാനായിട്ട് ഒരു കാരണമായി. പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴും ഈ പേരും കിട്ടണമല്ലോ. പക്ഷേ എല്ലാം ദൈവാനുഗ്രഹം അതെല്ലാം നമുക്ക് കിട്ടി. അങ്ങനെ ഓർഡേഴ്സും വന്നു തുടങ്ങി. ഡേ 1 മുതൽ ഓർഡർ ഉണ്ട് സാർ. ഇത് നിങ്ങളൊരു മൂല്യങ്ങൾ ആദ്യമേ സെറ്റ് ചെയ്തിട്ടാണ് തുടങ്ങി, കൃത്യസമയത്ത് കൊടുക്കണം, ആരെയും പറ്റിക്കരുത്, അങ്ങനെയുള്ള ഓർഡേഴ്സ് എടുത്താൽ മതി, നല്ല ക്വാളിറ്റിയോട് കൂടി കൊടുക്കണം. തീർച്ചയായിട്ടും സാറേ. നമ്മൾ ഇന്നും 99.9% അത് കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളില്ല, അപ്പം നമ്മുടെ സ്റ്റാഫുകളാണ്, അവരുടെ അടുത്തും പറഞ്ഞേക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് എടുക്കുക. ഡെലിവറി കൊടുക്കാൻ പറ്റില്ല, എടുക്കരുത് ഓർഡർ. സാറേ, കസ്റ്റമറിന് ചിലപ്പോൾ ഗൾഫിൽ കൊണ്ടുപോകേണ്ടിയിരിക്കാം. അപ്പോൾ നമ്മൾ എടുത്തില്ല, അവർക്ക് വേറൊരു ഓപ്ഷൻ നോക്കാം. നമ്മൾ എടുത്തിട്ട് അവരെ ഡിഫിക്കൽട്ടിയിൽ ബുദ്ധിമുട്ടിക്കരുതെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പോളിസിയാണ്. സ്റ്റിൽ വീട്ടിൽ നിന്ന് പണം വാങ്ങി ഇദ്ദേഹം ഭാര്യയുടെ സ്വർണവും ഇതൊക്കെ വെച്ചിട്ടാണ് ഈ സംരംഭം തുടങ്ങിയത്. 20 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി അന്നത്തിൽ കിട്ടാവുന്നതിൽ മികച്ച ഒരു മെഷീനുമായിട്ടാണ് തുടങ്ങിയത്. നല്ല ഓർഡേഴ്സും കിട്ടി തുടങ്ങി. ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഓറഞ്ച്? ഇത് നമുക്കൊരു 200ഓളം എംപ്ലോയീസ് ഉണ്ട്. എക്സലൻറ്റ്. ഒരു 1 lakh സ്ക്വയർ ഫീറ്റ് ഫാക്ടറി ഉണ്ട്, കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ട്. പെട്ടെന്നായിരുന്നു വളർച്ച അല്ലേ? അതെ സാർ, നല്ല ഗ്രോയിങ് ആയിരുന്നു. അവിടെയാണ് സജിത്തിനോടും ചോദിക്കാനുള്ളത്. ഈ വളർച്ച എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എംപ്ലോയീസ് ഉണ്ട്, എത്ര കസ്റ്റമേഴ്സിലേക്ക് നമ്മളിത് എത്തിച്ചിട്ടുണ്ടാവും? 2000-ൽ അധികം കസ്റ്റമർ നമുക്കുണ്ടെന്നാണ്. 2000-ലധികം കസ്റ്റമേഴ്സുണ്ട്. വെരി ഗുഡ്. റോയ്, നമ്മൾ എന്തൊക്കെ മേഖലകളിൽ എന്തൊക്കെ സേവനങ്ങളാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്? അത് ഞങ്ങൾ പ്രിൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ആണ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കോഫി ടേബിൾ ബുക്ക് ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതിന് ഞങ്ങൾക്കിപ്പോൾ വർക്കുകൾ വരുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരെ വർക്കുകൾ ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. അത് ചെയ്യുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അത് നല്ലൊരു പ്രീമിയം സെഗ്മെൻ്റാണ്. അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾക്ക് പാക്കേജിങ് വർക്കുകൾ ചെയ്യാൻ പറ്റും, ലേബൽസ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റ് ഹൈ എൻഡ് കൊമേഴ്ഷ്യൽ പ്രിൻറ്റിങ് ഞങ്ങൾക്ക് കാസർഗോഡ് മുതൽ
കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഞങ്ങൾക്ക് വർക്ക് വരുന്നുണ്ട്. അത് ഞങ്ങളുടെ അടുത്ത് വരുന്നത് പ്രീമിയം വർക്കാണ്, മറ്റുള്ളവർ ചെയ്യാൻ പറ്റാത്ത ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ജോബുകളാണ് ഞങ്ങളെ തിരക്കി വരുന്നത്. അപ്പോൾ അതിനർത്ഥം സജിത്ത്, നിങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എൻഡ് യൂസർ മാത്രമല്ല, ഈ പ്രിന്റിംഗ് പ്രസ്സുകൾ നിങ്ങളുടെ കസ്റ്റമറാണോ? പ്രസ്സുകൾ നിങ്ങളുടെ കസ്റ്റമറാണ്. ഇപ്പം കളർ അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് നമ്മൾ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ POD എന്നുള്ള സെഗ്മെൻ്റ് ഉണ്ട്, പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എന്ന രീതിയിൽ. ഇപ്പം പബ്ലിഷേഴ്സ് എല്ലാം ഇപ്പോൾ അങ്ങനെയാണ് പ്രിൻറ്റിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ ഒത്തിരി പബ്ലിഷേഴ്സിന് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞു പ്രിന്റിങ്, ഈ ലോകമെമ്പാടും ഈ പ്രിന്റ് ചെയ്യരുതെന്നാണ് പുതിയ നിയമം. ഇപ്പോൾ പലതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളൊരു മെയിലൊക്കെ കിട്ടുമ്പോൾ കോർപ്പറേറ്റുകൾ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഡോണ്ട് പ്രിന്റ്, സേവ് പ്ലാനറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അതിനൊരു റീസണായി കാണും, നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ പേപ്പർ മൂലം നമ്മൾ മരം വെട്ടുകയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. ഇതിലെന്ത് സത്യമുണ്ട്? സാർ, ഇത് 100% തെറ്റായിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാണ് അത് അവരുടെ. ശരി, അതെന്തുകൊണ്ടാണ്? സാർ, ഈ കോർപ്പറേറ്റുകളുടെ ഓഫീസിൽ പ്രിൻറ്റിങ്ങും ലേസർ പ്രിൻറ്റിങ്ങും ഒക്കെ എടുക്കുന്ന ചിലവ് ചുരുക്കാൻ വേണ്ടി അവരൊരു ക്യാമ്പയിൻ ചെയ്താണ് ഗോ പേപ്പർലെസ് ഗോ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് അബ്സല്യൂട്ട്ലി റോങ് ആണ്. ഇത് സത്യം മനസ്സിലാക്കി ഒരുപാട് കമ്പനികൾ തിരിച്ചു വന്നു ഇപ്പോൾ. പക്ഷേ ജനങ്ങൾക്ക് പലർക്കും അറിയത്തില്ല. നമ്മളെല്ലാം ചിന്തിക്കുന്നത് ഒരു പേപ്പർ എടുക്കുമ്പോൾ ഒരു മരം എവിടെയോ മുറിക്കുന്നു. സാർ, എങ്ങനെയാണ് ഈ പേപ്പർ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ, ഈ പേപ്പർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളത് ഒരു കൃഷിയാണ്, അഗ്രികൾച്ചറാണ്. അതിനുവേണ്ടി മരങ്ങൾ പ്ലാന്റ് ചെയ്ത് ആ മരം വളർച്ചയെത്തുമ്പോൾ മുറിച്ച് അതാണ് പേപ്പറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ഫോറസ്റ്റ് എങ്ങും മുറിക്കുന്നില്ല. നമുക്ക് തന്നെ ഇവിടെ അറിയാം സാർ, കേരളത്തിൽ ഈ പ്ലാന്റേഷൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ ഇവിടെ നമുക്കൊരു കോട്ടയത്തൊരു പേപ്പർ മില്ലുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട്. അവരിത് കൾട്ടിവേറ്റ് ചെയ്യുന്നു, വളർച്ച എത്തുമ്പോഴത്തേനും അത് ഇത് ചെയ്യുന്നു, അത് മുറിക്കുന്നു, അത് കഴിഞ്ഞ് അവിടെ തന്നെ പ്ലാന്റ് ചെയ്യണം. പ്ലാന്റ് ചെയ്യണം. സാർ, എത്ര പേർക്ക് ജോലി കിട്ടുവാണ് സാർ? അത് ഒരു കൃഷിയാണത് ആക്ച്വലി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സമൂഹം വിചാരിക്കുന്ന പോലെ വെറുതെ കാട്ടിക്കയറി കുറേ മരം വെട്ടി ആ മരം കൊണ്ടൊന്നും പേപ്പർ ഉണ്ടാവില്ല. ഒരിക്കലും ഇല്ല സാറേ, മരം വെട്ടാൻ പറ്റത്തില്ലല്ലോ സാറേ. അതെ. ലോകത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളുണ്ട്. ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് സംഭാവന ചെയ്യുന്നത് പേപ്പർ മില്ലുകളാണ് സാർ. അതുപോലെ നമുക്ക് ഇന്ന് ലോകം മുഴുവൻ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കാണ്. അതെ. അപ്പോൾ പ്ലാസ്റ്റിക്കിന് ഒരു ബദൽ ആൾട്ടർനേറ്റീവ് എന്താണ് സാർ? പേപ്പർ മാത്രമേ ഉള്ളൂ. പേപ്പറാണ് ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ആൾട്ടർനേറ്റീവ് പേപ്പറാണ്. പേപ്പർ വെച്ചിട്ട് ഒരുപാട് പ്രോഡക്റ്റ്, ഇപ്പോൾ നമുക്ക് തന്നെ പേപ്പർ ബാഗ്സ് ഒരുപാട് വരുന്നു. പേപ്പറിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സാർ, അത് 8 പ്രാവശ്യം റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ലോകത്തിൽ വേറെ ഒരു പ്രോഡക്റ്റും അങ്ങനെ ഇല്ല. അപ്പോൾ നമുക്ക് പല പല രൂപത്തിൽ വീണ്ടും അത് റീസൈക്കിൾ ചെയ്ത് പേപ്പർ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഇപ്പം ഞങ്ങൾ ലാസ്റ്റ് മന്ത് യൂറോപ്പിൽ പോയപ്പോൾ ഞങ്ങളുടെ ഹോട്ടൽ റൂമിൽ ഞാൻ കുടിക്കാൻ വെച്ചിരുന്ന കുപ്പി എന്ന് പറയുന്നത് പേപ്പറിൽ ഉണ്ടാക്കിയ കുപ്പിയാണ്. അപ്പം ഒരുപാട് ടെക്നോളജികൾ അപ്ഗ്രേഡ് ചെയ്ത് വരുവാണ്. അപ്പോൾ ആക്ച്വലി നിങ്ങൾ ആ സ്ലോഗൻ മാറ്റേണ്ട സമയമായി. കോർപ്പറേറ്റുകൾ ഡോണ്ട് പ്രിന്റ് എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ പ്രിന്റ് എഴുതേണ്ടി വരും. സാറേ, തീർച്ചയായിട്ടും സാറേ. അതിന് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇഫ് യു ലവ് ദിസ് പ്ലീസ് പ്രിന്റ്, ഇഫ് യു ലവ് ദിസ് പ്ലാനറ്റ്, പേപ്പർ ഈസ് ബയോഡീഗ്രേഡബിൾ, റീസൈക്കിളബിൾ ആൻഡ് സസ്റ്റൈനബിൾ. തിങ്ക് പ്ലാനറ്റ്, തിങ്ക് പ്രിന്റ്. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പയിൻ. നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നത് അങ്ങനെയാണ്. സാർ, ഇത് പലർക്കും അറിയാത്തതുകൊണ്ടാണ് അത് നമ്മൾ ചെയ്യണമല്ലോ സാർ. തെറ്റിദ്ധാരണയാണത്. നമ്മൾ പ്രിന്റ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ എന്താണ്, അത് ഇലക്ട്രോണിക് മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്ലോബൽ വാർമിംഗ് അതുകൊണ്ടുണ്ടാകുന്നത് ദോഷമാണ്. നമ്മളപ്പോൾ ആ സമയം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം ഇത് ഇങ്ങനെയുള്ള ദോഷങ്ങളാണ് പേപ്പർ ഉപയോഗിക്കാതെ ഉള്ള സമയത്തുണ്ടാകുന്നത്. നമ്മൾ ഗുണത്തേക്കാൾ എന്ന് പറയുന്നത് ഫോണിൽ നോക്കിയോ കമ്പ്യൂട്ടറിൽ നോക്കിയോ നമ്മുടെ കണ്ണുകൾ പല പ്രശ്നങ്ങളുണ്ട്. പ്രശ്നമുണ്ട്. കുട്ടികൾ തന്നെയാണെങ്കിൽ എപ്പോഴും മൊബൈൽ അല്ലെങ്കിൽ ഗാഡ്ജറ്റിൽ നോക്കുന്നത് കണ്ണിന് ഭയങ്കര ദോഷമാണ്. ഇതൊന്നും പേപ്പർ വായിക്കുന്ന ചെറുപ്പകാലത്ത് നമ്മൾ വായനാശീലം, പുസ്തകങ്ങളാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. അത് സാർ, ഒരിക്കലും ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും നോക്കിയിട്ടല്ല. ഒരു പുസ്തകം, പുതിയൊരു പുസ്തകം കിട്ടുമ്പോൾ അത് സ്മെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇത് സത്യം, അത് ഇന്നും പലർക്കും മനസ്സിലുണ്ടല്ലോ സാർ. ഇപ്പോൾ നമ്മളൊരു പുസ്തകം പ്രിന്റ് ചെയ്യാൻ എടുക്കുന്ന അല്ലെങ്കിൽ പേപ്പർ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്, അത് വൺ ടൈമേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഒരു ഇ ബുക്ക് വായിക്കുന്നു, അത് എപ്പോൾ എപ്പോൾ ഉപയോഗിച്ചാലും അപ്പോഴെല്ലാം അതിന് എനർജി ആവശ്യമാണ്. ബുക്കുകൾ നമുക്ക് തലമുറകളോളം ഉപയോഗിക്കാം, അതിന് വേറെ എനർജി ഇല്ല. അപ്പം അങ്ങനെയെല്ലാം നോക്കും. പിന്നെ ഈ വേസ്റ്റ് വലിയൊരു പ്രശ്നമാണ് ലോകത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നേരെ വേറൊരു മുഖമാണ് നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് അല്ലേ? ഇത് രണ്ടാണ്. റോയ്, ഏത് ബിസിനസ്സും വളരുമ്പോൾ ചലഞ്ചസ് ഉണ്ടാവും, തിരിച്ചടികൾ ഉണ്ടാവും. നിങ്ങളുടെ ബിസിനസ്സിലും അത് സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സാറേ. ഞങ്ങൾക്ക് കൊറോണയാണ് വളരെ ഒരു വലിയ പ്രതിസന്ധി ഞങ്ങൾ നേരിട്ടത്. ഇപ്പോൾ കൊറോണ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഫുൾ ടൈം വർക്കുകളാണ്, 100% ഫുൾ ടൈം നമുക്ക് ചെയ്യാൻ പറ്റാത്ത വർക്കുകൾ നമുക്കുണ്ട്. നമ്മുടെ കൂടെ വലിയൊരു ടീമുണ്ട്. അപ്പം ഒരു ഫാമിലി പോലാണ് ഞങ്ങളെല്ലാം മെമ്പേഴ്സും ഞങ്ങൾ അങ്ങനെ പോകുന്നത്.
ഈ കൊറോണ വന്നപ്പോഴത്തേനും എല്ലാം അടച്ചു. അപ്പം പിന്നെ പിന്നെ കുറച്ച് ഈ പാക്കേജിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിൽ തുറക്കാം. അപ്പോൾ 4-5 സ്റ്റാഫൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റി. അപ്പോഴത്തേനും നമ്മുടെ ഫാക്ടറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മുമ്പ് നമുക്കവിടെ പോകുമ്പോൾ നടന്നു പോകാൻ സ്ഥലം പോലും കിട്ടാത്ത ലെവലിൽ ഇരുന്ന ഒരു പ്രസ് അവിടെ പോയിട്ട് ഒരു ശ്മശാനത്തിൽ പോകുന്ന ഫീലായിരുന്നു നമുക്ക്. വർക്കിൽ എല്ലാ മെഷീനറിയും സൈലൻ്റ് ആയിട്ട് കിടക്കുന്നു. ഞങ്ങളുടെ ഒരു ഫാക്ടറി ഒരു 4 ഫ്ലോർ ആയിട്ടാണ്, ഒരു 50,000 സ്ക്വയർ ഫീറ്റാണ് ഒരു ഫാക്ടറി. അപ്പം ഈ അവിടെ പോകാൻ നമുക്ക് മനസ്സിന് ഭയങ്കര വിഷമമായിരുന്നു, അവിടെ പോകാൻ പറ്റത്തില്ല. അപ്പം വീണ്ടും ബിസിനസ്സുകൾ ഇപ്പോൾ പ്രിൻറ്റിങ്ങിൻ്റെ രീതികളൊക്കെ മാറി. അപ്പോൾ അപ്പോഴത്തേനും ഷോർട്ട് റൺ ആയി, ഈ ക്വാണ്ടിറ്റികൾ കുറഞ്ഞു, ട്രെൻഡുകൾ മാറി. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പം ആ സമയത്തുള്ള ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങളെപ്പോഴും നോക്കും, ബാലൻസ് ഷീറ്റ് നോക്കും, നമ്മൾ സേഫറാണ്, കുറേ പൈസ കൊടുക്കാനുണ്ട്, അതിൻ്റെ ഇരട്ടിയോളം നമുക്ക് കിട്ടാനുണ്ട്. പിന്നീടാണ് ഒരു സത്യം പറഞ്ഞത് സാറേ, കിട്ടാനുള്ളതിൽ ഭൂരിപക്ഷം പൈസയും കിട്ടത്തില്ലെന്നുള്ള കാര്യം അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കൊടുക്കാനുള്ളത് കൊടുക്കുകയും വേണം. കൃത്യമായിട്ട് കൊടുക്കണം. നമ്മൾ ഒരു ദിവസം പോലും തെറ്റാതെ കൊടുക്കുകയും വേണം. കൊടുത്താൽ മാത്രമേ മുമ്പോട്ട് പോകാനും പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ ഫോളോ അപ്പ് ഒക്കെ ചെയ്തപ്പം ചിലരൊക്കെ കൊറോണ മൂലം മരിച്ചുപോയി. 1-2 പേര് വലിയൊരു എമൗണ്ട് തരാനുള്ള ആത്മഹത്യ ചെയ്തു. പിന്നെ ചിലരൊക്കെ സിംഗിൾ ആളുകളാണ്, അവരുടെയൊക്കെ അടുത്ത് ചെല്ലും വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പം ഞങ്ങൾ തന്നെ ഒരു പോളിസി മാറ്റി. ഈ കൊറോണയ്ക്ക് ഒത്തിരി സമയം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി തിങ്ക് ചെയ്യാനും കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റി. പിന്നെ ക്യാഷ് ഓൺ ക്യാരി ബിസിനസ്സിൽ മുകളിലോട്ട് മാറി. അപ്പോഴത്തേനും കുറേ പേര് നമ്മളുടെ അടുത്ത് നിന്ന് പോയി. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുള്ളത് സമാധാനം കിട്ടിയത്. സമാധാനം കിട്ടി. അപ്പോൾ അതൊരു വലിയ ചലഞ്ചാണ് സാർ. അപ്പോഴും ഞങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനും സജിത്ത് ഫ്രണ്ടിൽ വന്നു, ഇതിലേക്ക് ഫ്രണ്ടിൽ വന്നു. വളരെ പ്രതിസന്ധിയാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും സാമ്പത്തിക വലിയ പ്രതിസന്ധി കമ്പനി നേരിട്ടു. അപ്പോൾ ഞങ്ങളുടെ പേഴ്സണൽ അസറ്റൊക്കെ കുറച്ച് ഇത് വിറ്റിട്ട് വീണ്ടും പൈസ ഞങ്ങൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ വീണ്ടും അവിടുന്ന് ഞങ്ങൾ ഫ്രണ്ടിൽ വന്ന് പിന്നെ വീണ്ടും തിരിച്ചതിനെ പൊക്കി ഇപ്പോൾ ഒരു ലെവലിലേക്ക് വീണ്ടും എത്തി. തിരിച്ചും അതേ ലെവലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. സാർ, അതിനേക്കാളും മേലോട്ട് ഞങ്ങൾ എത്തി. ഇപ്പോൾ നിങ്ങൾ പ്രിന്റിംഗ് മേഖലയല്ലാതെ വേറെ എന്തെങ്കിലും സ്ഥാപനങ്ങളോ മേഖലയിലോ ഉണ്ടോ നിങ്ങൾ? ഉണ്ട് സാറേ. ഞാൻ ചെറിയ രീതിയിൽ ഒരു സ്റ്റീലിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെയാണ്. 2 ഔട്ട്ലെറ്റുകളുണ്ട്. നിങ്ങളുടെ ഓറഞ്ചിൻ്റെ കീഴിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? സാർ, ഓറഞ്ചിൻ്റെ കീഴിലില്ല. ഞങ്ങൾ ആക്ച്വലി ഈ കൊറോണയ്ക്ക് മുമ്പ് 2 വർഷം ബാക്ക് തന്നെ ഞങ്ങളൊരു ലേബൽ ഇൻഡസ്ട്രിയെ പറ്റി മനസ്സിലാക്കുകയും അതിലേക്ക് ഞങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്തു. ബിഗർ ദാൻ ഓപ്സെറ്റാണ് ലേബൽ ഇൻഡസ്ട്രി. അപ്പോൾ അത് നമ്മുടെ എറണാകുളത്ത് ലൂയി സാറുണ്ട്. സാറാണ് ഈ ഐഡിയ നമ്മുടെ അടുത്ത് പറയുന്നത്. പിന്നെ അപ്പം അരുൺ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തുണ്ട്. നമ്മൾ 4 പേരും ചേർന്നിട്ട് എക്സ്പ്രസ് ലേബൽസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഞങ്ങൾ കൊറോണയ്ക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇൻവെസ്റ്റ്മെൻ്റ് ആണോ? വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് സാറേ. അത് ഫസ്റ്റ് ടൈമാണ് കേരളത്തിൽ അങ്ങനത്തെ ഒരു ടെക്നോളജി കൊണ്ടുവരുന്നത്. ഡിജിറ്റൽ ടെക്നോളജിയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞങ്ങൾ 2 years ഇതിന് വേണ്ടി പ്ലാൻ ചെയ്തു. 10-15 രാജ്യങ്ങൾ ഞങ്ങൾ ട്രാവൽ ചെയ്തു, ഈ ടെക്നോളജി പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അത് കൊണ്ടുവരുന്നത്. അത് വളരെ ഇൻ ഫ്യൂച്ചർ ആ ടെക്നോളജിയാണ്. അപ്പോൾ ഈ കൊറോണ വന്ന സമയത്ത് എല്ലാവരും വീട്ടിൽ നിന്ന് ഓൺലൈനിൽ അപ്പം ഒത്തിരി വെബിനാറൊക്കെ വരുമ്പോൾ എല്ലാവരും പറയുന്നത് ഇനി പാക്കേജിംഗ് ആണ്, ലേബലാണ് ഫ്യൂച്ചർ. അപ്പോഴത്തേനും ഞങ്ങൾ ഓൾറെഡി ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമായിരുന്നു. ഇവരെല്ലാം തിങ്ക് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മളത് ചെയ്യാൻ പറ്റിയല്ലോ. ഞങ്ങൾ ഒത്തിരി ട്രാവൽ ചെയ്യുന്നുണ്ട് സാറേ. ഈ ലോകത്തിൽ ഏത് ടെക്നോളജിയാണ് ആദ്യം വരുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനും അത് പെട്ടെന്ന് പഠിക്കാനും ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഏറ്റവും പുതിയ ടെക്നോളജി നമ്മുടെ ഫാക്ടറിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇപ്പോൾ ഉള്ളത് ഒരു മസാല ദോശ കഴിക്കുന്ന ചിലവിൽ നമുക്കൊരു ബുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പ്രിൻ്റ് ഓൺ ഡിമാൻഡാണ്. അപ്പം മുമ്പ് ഒരു ബുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഇത്ര രൂപ മുടക്കണം, പിന്നെ അവർ കീപ്പ് ചെയ്യണം, സ്പേസ് വേണം, അത് വിറ്റില്ലേ അവർക്ക്. അപ്പോൾ വളരെ ചെറിയ തുച്ഛമായ പൈസയ്ക്ക് ഒരു മസാല ദോശ കഴിക്കുന്ന ചിലവിൽ നമുക്കൊരു ബുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. 12,000 കസ്റ്റമർ ഉണ്ടെന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നൊക്കെയുള്ള കസ്റ്റമേഴ്സാണ്? നമുക്ക് ഈ കേരളത്തിൽ നിന്നുള്ള കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള എല്ലാം ഒരുപാട് കസ്റ്റമറുണ്ട്. നല്ല ക്വാളിറ്റി വർക്കുകൾ അന്വേഷിച്ച് വരുന്നവരാണ് ഇവരെല്ലാം. അതുപോലെ ഇന്ത്യയിൽ നിന്ന്, നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒക്കെ ഈ പറഞ്ഞ കസ്റ്റമേഴ്സ് ഉണ്ട്. വെളിയിൽ നിന്ന് നമുക്ക് വിദേശത്ത് നിന്ന്, മിഡിൽ ഈസ്റ്റ് നിന്നും, US നിന്നും, ആഫ്രിക്കയിൽ നിന്നൊക്കെ കസ്റ്റമറുണ്ട്. എനിക്ക് തോന്നുന്നു കേരള സഭയുടെ അതെ സാർ, പ്രിന്റിങ് ചെയ്ത് കൊടുത്തൊരു ചരിത്രം. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് പ്രിൻ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമുക്കുള്ളത്. വലിയ വോളിയം ആണെങ്കിലും ചെറിയ വോളിയം ആണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേരള സഭയുടെ ഒരു ന്യൂയോർക്കിൽ വെച്ച് നടന്ന, ടൈംസ് സ്ക്വയറിൽ വെച്ച് നടന്ന ഒരു ഇതിനകത്ത് നമ്മുടെ CM ആണ് ഒരു ബുക്ക് അവിടെ റിലീസ് ചെയ്തത്. അപ്പോൾ അത് വർക്ക് ഓർഡർ കിട്ടി 2 ദിവസം കൊണ്ട് പ്രിൻ്റ് ചെയ്ത് നമ്മൾ 3 days US എത്തിച്ചു കൊടുക്കും. ഫാസ്റ്റായി ടെക്നോളജി അത്രയും ഫാസ്റ്റാണ്. അതെ അതെ അതെ. റോയിലേക്ക് തിരിച്ചു വരാം. റോയ്, ഈ ഇൻഡസ്ട്രി ഒരു ലുക്രേറ്റീവ് ഇൻഡസ്ട്രി ആണെന്ന് പറയുന്നത് പോലെ തന്നെ ഇതൊരു ചാലഞ്ചിങ് ഇൻഡസ്ട്രിയാണ്. കാരണം ടെക്നോളജി ദിവസേന മാസങ്ങൾ വെച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൈലി ഇൻവെസ്റ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്. അതെ, അങ്ങനെയാണ് സാർ. ഇപ്പം വലിയൊരു ഡിജിറ്റൽ ടെക്നോളജിയാണ് ഇൻ ഫ്യൂച്ചർ വരുന്നത്. അപ്പോൾ നമ്മളും അതിലേക്ക് ആദ്യമേ വരണം, ഇല്ലെങ്കിൽ നമ്മൾ ഇതായിപ്പോവും, വാഷൗട്ടായി പോവും. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഏത് ടെക്നോളജിയാണ് ലോകത്തിൽ വരുന്നത്, ഇത് ആദ്യമേ വരുന്ന ഈ യൂറോപ്പിലും ജപ്പാനിലും ഒക്കെയാണ്. അപ്പോൾ നമ്മളത് പോയി പഠിച്ച് ഏറ്റവും ആദ്യം അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത്
അത് നടപ്പിലാക്കിയാൽ മാത്രമാണ് നമുക്ക് പിടിച്ചിരിക്കാൻ നിങ്ങൾ പറ്റുള്ളൂ. അപ്ഡേറ്റഡ് ആണ് ആ കാര്യത്തിൽ. 100% അപ്ഡേറ്റഡ് ആണ്. ഓറഞ്ച് അതിനുവേണ്ടി ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വിജയം അതാണ് സാർ. ഇപ്പം നമ്മുടെ കമ്പനി ഗ്രോ ചെയ്യുന്നതെല്ലാം നമ്മൾ അപ്പോൾ വീണ്ടും കമ്പനി തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ മെഷീനറി. അപ്പോൾ വീണ്ടും പുതിയ ഇപ്പം ഞങ്ങൾ ലാസ്റ്റ് ഇയറിൽ ജർമ്മനിയിൽ പോയിട്ട് പിന്നെ ഒരു ഏറ്റവും പുതിയ ഹൈബ്രിഡ് ടെക്നോളജി മെഷീൻസ് അവിടെ വെച്ച് ഡീൽ ചെയ്തു. അതിപ്പോൾ മെഷീൻ വന്ന് ഇൻസ്റ്റാൾ ചെയ്തു, റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ ഞങ്ങൾ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് വളരെയധികം സ്റ്റാൻഡർഡൈസേഷൻ ചെയ്ത പ്രസ്സാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി സ്റ്റാൻഡർഡൈസേഷൻ ഫോഗ്ര എന്ന് പറഞ്ഞാണ്. ഫോഗ്ര സർട്ടിഫിക്കേഷൻ മറ്റ് വലിയ ബ്രാൻഡുകൾ നമുക്ക് വർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫോഗ്ര ഉണ്ടോ എന്ന് ചോദിക്കും. ഇന്ത്യയിൽ തന്നെ ഒരു പ്രസ്സിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത പ്രസ് നമ്മളത് എഗ്രിമെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ വർക്ക് നടക്കുകയാണ്. ഒരു 2 monthsനകത്ത് അത് കംപ്ലീറ്റ് ആവും. അത് വലിയ അച്ചീവ്മെന്റ് തന്നെ. തീർച്ചയായിട്ടും സാർ. അതിനോടൊപ്പം ചോദിച്ചോട്ടെ, ഈ ചലഞ്ചസ് പറഞ്ഞ പോലെ തന്നെ ഈ ഇൻഡസ്ട്രി പ്രസക്തി ഉണ്ടോ? ഒരു ഫ്യൂച്ചറിൽ ഈ ഒരു ഇൻഡസ്ട്രിക്ക് പ്രസക്തി ഉണ്ടോ? ഈ ലേബൽസും പ്രിന്റിങ്ങും ഒക്കെ. തീർച്ചയായിട്ടും ഉണ്ട് സാറേ. മനുഷ്യനുള്ള കാലത്തോളം പ്രിൻറ്റിങ് ഉണ്ടാവും. പ്രിൻറ്റിങ് ഇല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സാർ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സാർ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു. ഇപ്പോൾ ശരി. വിത്തൗട്ട് പ്രിൻറ്റിങ് ഇല്ല. ആ. ഇപ്പോൾ സാറിന് ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ എടുക്കണം. അപ്പോൾ അവിടെ ഒരേ സെയിം കുപ്പിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, വിനാഗിരി വെച്ചിട്ടുണ്ട്, സോഡ വെച്ചിട്ടുണ്ടാവും, സോഡ വെച്ചിട്ടുണ്ട്, 7up വെച്ചിട്ടുണ്ട്. സാർ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ഒരു പിടിയില്ല. പ്രിൻറ്റിങ് ആണല്ലോ സാറേ നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാണുമ്പോഴാണല്ലോ കളറായിരിക്കാം, ബ്രാൻഡായിരിക്കാം, പേരായിരിക്കാം. പ്രിൻറ്റിങ് ഇല്ലെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം, അതിൻ്റെ എക്സ്പയറി നമുക്ക് അറിയണം. ഇതെല്ലാം പ്രിൻറ്റിങ്ങിലാണല്ലോ സാറേ. പിന്നെ നമുക്ക് നമ്മുടെ ചരിത്രം എടുത്താലും ഈ അറിവുകളെല്ലാം ഈ പ്രിൻറ്റിങ് വഴിയാണ് തലമുറകൾ കൈമാറിയത്. പ്രിൻറ്റിങ് ഇല്ലെങ്കിൽ മനുഷ്യരുടെ നിലനിൽപ്പ് ഇത്രയും വളരാൻ നമുക്ക് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇത് മരിക്കാത്ത ഇൻഡസ്ട്രി തന്നെയാണ്. ലോകം ഒരിക്കലും മനുഷ്യനുള്ളിടത്തോളം പ്രിന്റ് ഉണ്ടാവും സാർ. അതിൻ്റെ രൂപവും മാറും, ഭാവവും മാറും. അതെ. ഇപ്പം നമ്മളിപ്പം കാണുന്നത്, പണ്ട് നമുക്ക് ഒരു ഓണം വന്നാൽ നോട്ടീസ് 1 ലക്ഷം നോട്ടീസൊക്കെ അടിച്ച് അതൊക്കെ മാറും. അതിപ്പോൾ ഇല്ല, ട്രെൻഡ് മാറി. പണ്ട് വേറെ ഫോർമാറ്റിലേക്ക് ഇത് മാറുവാണ്. അപ്പം നമ്മളും അതനുസരിച്ച് മാറിയെങ്കിലും നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. പ്രിന്റിംഗ് എന്ന് പറയുന്നത് ചേർത്ത് വായിക്കേണ്ടത് പാക്കേജിങ്ങും ലേബലിങ്ങും ഒക്കെയാണ്. തീർച്ചയായിട്ടും സാറേ, തീർച്ചയായിട്ടും. ഞാൻ താങ്കളിലേക്ക് വരാം. നിങ്ങൾ 2 സുഹൃത്തുക്കൾ ചേർന്ന് ഒരു നീഡ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ, അത് കണ്ടുകൊണ്ട് ഇറങ്ങിയതാണ്. തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടാവും. സത്യത്തെ ഭാവി സ്വപ്നങ്ങൾ എന്താണ്? ഭാവി സ്വപ്നം എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി വളരുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ എയിം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് നമ്മൾ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു സാർ, നേരത്തെ നമുക്ക് യൂറോപ്പിലോട്ടോ ആഫ്രിക്കയിലോട്ടോ മിഡിൽ ഈസ്റ്റിലോട്ടോ വളരെ വേഗത്തിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങളായി കഴിഞ്ഞു. അപ്പം നമ്മൾ വിഴിഞ്ഞം പോർട്ടൊക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് കാണുന്നത്. അതിനെക്കാട്ടിയും വേഗത്തിൽ എല്ലായിടും നമുക്ക് പ്രിൻ്റ് ചെയ്ത് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഓൺലൈൻ ആവശ്യം വന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ എത്തിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് വളരുക, വേൾഡിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് എത്തുക എന്നുള്ളതാണ്. വലിയൊരു ബ്രാൻഡാവുക. അതുപോലെ നമ്മൾ ഓൺ ബ്രാൻഡിൽ നമുക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ ഇറക്കുക. അപ്പോൾ സാറ് ഉപയോഗിക്കുന്ന നോട്ട് പാഡോ ഡയറിയോ പോലെയുള്ള നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എത്തുക. വർഷങ്ങളായി നമ്മുടെ ഈഗിൾ ബിസ്കോൺ 1000 പേര് ഒത്തുകൂടുന്ന നമ്മുടെ ഈഗിൾ മീറ്റ് കൊച്ചി സിയാൽ കൺവെൻഷൻ ഹാളിൽ ഓറഞ്ചിൻ്റെ ആ ബുക്ക് അതിപ്പോഴും മാസ്റ്റർ പീസാണ്. അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നവരുണ്ട് നമ്മളോട്, അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇനിയും ഒരു പീസും കൂടി കിട്ടുമോ എന്നുള്ളത്. താങ്ക് യു. അതോടൊപ്പം തന്നെ റോയ്, ഏതൊരു സംരംഭത്തിൻ്റെ വിജയവും എന്നാൽ ചാലഞ്ചും പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഇറങ്ങിയാൽ വിജയിക്കാനുള്ള സാധ്യത ഉള്ളതുപോലെ തന്നെ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പാർട്ട്ണർഷിപ്പിലാണ്. ഈവൻ ദോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിലും നിങ്ങൾ പാർട്ട്നേഴ്സാണ്. തീർച്ചയായിട്ടും പാർട്ട്ണർഷിപ്പിൻ്റെ ഈ വിജയം എന്താണ് ഇതിൻ്റെ പിന്നിൽ? സാർ, അതിന് ഞങ്ങളുടെ ഒരു പ്രയോറിറ്റി പൈസ എന്നുള്ളതിനല്ല. അത് ഞങ്ങളുടെ 4th or 5th പ്രയോറിറ്റിയിൽ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ആക്ച്വലി ഇതുവരെയും ഒരു പ്രശ്നമില്ലാതെ കൊണ്ടുപോകാൻ പറ്റിയത്. 2008 സ്റ്റാർട്ട് ചെയ്തപ്പോൾ 17 വർഷമായി. അത് തന്നെയാണ് ആക്ച്വലി അതിൻ്റെ ഒരു ഇത്. പല ബിസിനസ്സിലും കണ്ടുവരുന്നത് ഈ പൈസയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുമ്പോഴത്തേനാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ പൈസയെക്കുറിച്ച് ബോധേഡല്ല. അല്ല സാർ, കാരണം ഈ കമ്പനി എങ്ങനെയെങ്കിലും വളർത്തണം, 100% ഇത് വളർത്തണം. അപ്പം നമുക്കും ആവശ്യമുള്ള പൈസ ഇതിൽ നിന്ന് തന്നെ കിട്ടും സാറേ. എല്ലാം ഞങ്ങൾ ആ പ്രോപ്പർ സിസ്റ്റത്തിൽ കൂടാണ് പോകുന്നതുകൊണ്ട് ഈസിയാണ്. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അപ്പോൾ പൊതുവേ ഇങ്ങനൊരു ഏത് മേഖലയാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്? എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റൂൾസ്? സാർ, ഞാനാണ് കൂടുതലും ടെക്നിക്കലും പ്രൊഡക്ഷനും ഒക്കെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ക്യാരക്ടറും കുറച്ച് ഡിഫറൻ്റ് ഉണ്ട്. അപ്പോൾ സജിത്ത് കൂടുതൽ കുറച്ചുകൂടെ ക്യാം ആൻഡ് ക്വയറ്റ് ആണ്. വളരെ ക്ഷമയുള്ള ഒരാളാണ്. അപ്പോൾ സജിത്ത് കൂടുതലും കസ്റ്റമറിനെയും അവരുടെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും സാറേ. വന്നാലും ഇപ്പം സജിത്ത് എപ്പോഴും പോസിറ്റീവ് മൈൻഡാണ്, സപ്പോർട്ടീവാണ്. ഇപ്പോൾ ഞാൻ സജിത്ത് നമുക്കൊരു പുതിയ മെഷീനറി എടുക്കണം, ശരി റോയ്, ഓക്കെയാണ്, വേറെ അവിടെ നോ എന്ന് പോലും ഇല്ല. അപ്പോൾ എന്നെ അത്രയും സജിത്തിന് വിശ്വാസമാണ്, കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ടാണ് അത് പോകുന്നത്. താങ്കളുടെ ബിസിനസ്സിൽ
ഈ ബിസിനസ്സിൽ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും? ഇച്ചിരി ഫാമിലി ഇല്ല, വൈഫാണ് എൻ്റെ ബാക്ക് എൻഡ് സപ്പോർട്ടാണ്. വൈഫ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഒത്തിരി ഇതിലോട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. വൈഫ്? വൈഫിൻ്റെ പേര് ഷീന. എനിക്ക് 4 കുട്ടികളാണ്. 4 കുഞ്ഞുങ്ങളുണ്ട്. ഉണ്ട്. ഓക്കെ, എല്ലാ കുട്ടികളും പഠിക്കുകയാണ്. പഠിക്കുകയാണ് സാർ. സജിത്തിന്? എനിക്ക് 2 മക്കളാണ്. മൂത്തയാൾ സാർത്ഥക് +1 പഠിക്കുകയാണ്. രണ്ടാമത്തെ ആൾ ശ്രേഷ്ഠ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ ഓറഞ്ചിൻ്റെ വളർച്ചയിൽ ഏറ്റവും അഭിവാജ്യ ഘടകമാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്, 2 എംപ്ലോയീസ്. ഇതിനെക്കുറിച്ച് എന്താ പറയാൻ? വളരെ നല്ല എംപ്ലോയീസ്. ഞങ്ങൾക്ക് നല്ലൊരു ഓറഞ്ച് കുടുംബമാണ് സാറേ. നോർമലി നമ്മുടെ ഇവിടെ വന്ന ഒരാൾ നമ്മളെ വിട്ടു പോകാറില്ല. റെയർ എന്തെങ്കിലും റീസൺസിൽ അങ്ങനെ പോകാറുള്ളൂ. നമ്മൾ അവരെ അതേപോലെ നോക്കുന്നത്, നമ്മളൊരു ഫാമിലി ആയിട്ട് നോക്കുന്നത്. അവർക്ക് ഒത്തിരി ട്രെയിനിങ്, ഇപ്പോൾ സാറ് തന്നെ എത്ര ട്രെയിനിങ് നമ്മുടെ സ്റ്റാഫിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളത്, ഞങ്ങൾ തന്നെ ഒരു ബോധ്യ എന്ന് പറഞ്ഞ ട്രെയിനിങ് ഡിവിഷൻ തന്നെ വെച്ചേക്കാണ്. കണ്ടിന്യൂസ് ലേണിംഗ് കൊടുക്കണമെന്നാണ്. പിന്നെ ഏറ്റവും പുതിയ ടെക്നോളജികൾ നമ്മൾ വരും, അവർക്ക് ഫസ്റ്റ് ട്രെയിനിങ് കൊടുക്കുന്നത് സാറേ. അപ്പം അങ്ങനെ അതാണ് നമ്മുടെ വിജയത്തിൻ്റെ കാര്യവും. അപ്പോൾ നമ്മളില്ലെങ്കിലും നാളെ ഇത് റൺ ആവണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സും, ഇത്ര വർഷമായി നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത കസ്റ്റമേഴ്സാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ പില്ലർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സാർ. നമ്മൾ ആദ്യം മുതൽ ഡേ 1 തൊട്ട് നമ്മളോട് സഹകരിക്കുന്ന കസ്റ്റമർ ഇപ്പോഴും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മളെ ഒരു ബ്രാൻഡ് അംബാസഡർ പോലെ വർക്ക് ചെയ്യുകയാണ്. അവർ ത്രൂ നമുക്ക് ഒരുപാട്, നമ്മൾ ആ റോയ് പറഞ്ഞില്ല ആദ്യം തന്നെ, നമുക്കൊരു ബോർഡോ ഒന്നുമില്ലാതെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഒരു കമ്മ്യൂണിക്കേഷൻ, ഓറൽ കമ്മ്യൂണിക്കേഷൻ വഴി നമ്മൾക്ക് ഒരുപാട് പ്രൊമോഷൻ തന്നു. അവർ ത്രൂ ആണ് നമ്മൾ വരാനുള്ള ഒരു പ്രധാന കാരണം. നമ്മൾ അവർക്ക് അത്രയും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ക്വാളിറ്റി ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. കസ്റ്റമർ ഈസ് ദി കിങ്, അതാണ് നമ്മളുടെ ഒരു പോളിസി. സർക്കാർ ജീവനക്കാരനായ സജിത്തും ജോലി ഒരു സുപ്രഭാതത്തിൽ വേണ്ടെന്ന് വെച്ച് സംരംഭം തുടങ്ങാനിറങ്ങിയ റോയും, 2 പേരും ചേർന്ന് പടുത്തുയർത്തിയ ഓറഞ്ച് ഇന്ന് വളർച്ചയുടെ പാതയിലാണ്. ഉയരങ്ങളിലെത്തിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം 2 പേർക്കുമുണ്ട്. തീർച്ചയായിട്ടും സാറേ. തീർച്ചയായും. നിങ്ങൾ കേട്ടു റോയ് ആൻഡ് സജിത്ത്. ഇവർ 2 പേരും കൊല്ലത്തുകാരാണ്, പക്ഷെ അനന്തപുരിയാണ് അവരുടെ കളരി. ഓറഞ്ച് എന്ന ഒരു നല്ല സ്ഥാപനം പടുത്തുയർത്തുന്നു. 2 പേരെയും വ്യക്തിപരമായി എനിക്കറിയാവുന്നതാണ്. അവരുടെ പെരുമാറ്റം കൊണ്ടും അവരുടെ പാഷൻ കൊണ്ടും അവർ ക്ലയൻറ്റിനെ ഡീൽ ചെയ്യുന്ന രീതിയൊക്കെ കൊണ്ടായിരിക്കാം ഓറഞ്ച് എന്ന പ്രിൻറ്റിംഗ് മേഖലയിൽ ഏറ്റവും വലിയ ബ്രാൻഡായി വളർന്നത്. അവരുടെ ക്ലയൻറ്റ്സ് 10,000 ക്ലയൻറ്റ്സ് ഉണ്ട്. ഹാപ്പി ആവാൻ കാരണം അവർ ക്വാളിറ്റി സാധനങ്ങൾ മാത്രം പറഞ്ഞ സമയത്ത് അതിനുള്ളിൽ കൊടുക്കണം എന്ന ആഗ്രഹമുള്ളവരാണ്. ഇൻഡസ്ട്രിയുടെ ശാപം ചിലപ്പോൾ അതായിരിക്കാം. അത് മാത്രമല്ല, ഇവർ അപ്ഡേറ്റഡ് ആണ്. എല്ലാ ലേറ്റസ്റ്റ് മെഷീൻസും ഇവരിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഞാൻ എപ്പോൾ ഇവരെ ഫോൺ വിളിച്ചാലും ഇവരെവിടെയെങ്കിലും ജർമ്മനിയിലോ ജപ്പാനിലോ വിദേശ രാജ്യങ്ങളിലാണ് ഇവർ. കാരണം ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ടെക്നോളജി എന്താണ് വരുന്നത്, അതിനനുസരിച്ചിട്ട് കമ്പനിയെ അടുത്ത ലെവലിൽ എത്തിക്കാൻ പരിശ്രമിക്കുന്നവരാണ്. അതിനോടൊപ്പം തന്നെ 200ഓളം എംപ്ലോയീസ് ഇവരുടെ കൂട്ടായിട്ടുണ്ട്, നല്ല പില്ലേഴ്സായിട്ടുണ്ട്. ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ. ഇത്തരം സംരംഭകർ നിരവധി തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കട്ടെ. റോയ്, സജിത്ത് 2 പേരും എനിക്ക് വളരെ അടുത്തറിയാവുന്ന സഹോദരങ്ങളായതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ഈ എളിമയും നിങ്ങളുടെ കഠിനാധ്വാനമാണ് ഓറഞ്ചിൻ്റെ പിന്നിൽ. ഓറഞ്ച് എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനം അതിൻ്റെ പുറകിലുണ്ട്. നിരവധി പേർക്ക്, നിങ്ങൾ സ്വപ്നം കണ്ട പോലെ നിരവധി പേർക്ക് ഇനിയും തൊഴിൽ കൊടുക്കാനാവട്ടെ. നിങ്ങൾ കണ്ട ആ സ്വപ്നത്തിലേക്ക് നിങ്ങളുടെ സ്ഥാപനം എത്തിക്കാനാവട്ടെ എന്ന എൻ്റെ വ്യക്തിപരമായ പേരിലും 1600-ൽ പരം വരുന്ന നമ്മുടെ ഈഗിൾ കമ്മ്യൂണിറ്റിയുടെ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു സാർ.